കോൺഗ്രസിൻ്റെ ബൂത്തുകളിലോ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലോ വോട്ട് കൂടി എന്നത് തെറ്റായ അസംഷനാണ് എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, കോട്ടകളിൽ പലതും കുലുങ്ങുമെന്നുള്ളത് ആദ്യഘട്ടത്തിൽ വന്നൊരു പ്രതീതിയാണ്. അത് ഈ പൗരത്വ ഭയത്തെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ വന്നിരിക്കുന്ന വലിയൊരു ഭയം, അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൺസോളിഡേഷൻ ആയിരുന്നു. മറുഭാഗത്ത് FCRA ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ തുടച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് നേരിയ മാർജിനിൽ LDF കടന്നുപോകുമെന്നുള്ളതാണ്. അതൊക്കെ നമുക്കിനി വരുന്ന മണിക്കൂറുകളിലെ വ്യക്തമാവുകയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മഞ്ചേശ്വരത്ത് നമ്മൾ കരുതുന്ന പോലെയല്ല. മഞ്ചേശ്വരം ലീഗിൻ്റെ കോട്ടയായിരുന്നു. മഞ്ചേശ്വരത്ത് അവസാനം UDF സ്ഥാനാർത്ഥി വിജയിച്ചു വരുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അവിടെ ഇപ്പോൾ BJPക്ക് ആ ക്ലെയിം ഇല്ല. ഒന്ന്, SARൽ സംഭവിച്ച മാറ്റം. 2, അവസാനം SDP നിലപാട് മാറ്റി. SDP മഞ്ചേശ്വരത്ത് വോട്ട് UDFന് കൊടുത്തു. കാസർഗോഡ് പക്ഷേ അങ്ങനെയല്ല. കാസർഗോഡ് ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യത. 2 UDFിൻ്റെ കോട്ടകൾ പ്രശ്നത്തിലാണ്. 2 UDFിൻ്റെ കോട്ടകൾ, 1 കാസർഗോഡ്, 2 പാല. ഈ 2 കോട്ടകളും പ്രശ്നത്തില. UDFിൻ്റെ കയ്യിലിരുന്ന 2 സീറ്റുകൾ പ്രശ്നത്തില. നിലവിലുള്ള 2 സീറ്റുകൾ പ്രശ്നത്തില. പാലായിൽ മാണി സി കാപ്പൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു എന്ന് നമുക്കറിയാം. അവിടെ മാണി സി കാപ്പനെതിരെ ഒരു ആൻറ്റി ഇൻകുബൻസി, MLAക്കെതിരെ തന്നെ ഒരു ആൻറ്റി ഇൻകുബൻസി ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. അവിടെ സഭയുടെ നിലപാട് ജോസ് കെ മാണിക്ക് അനുകൂലമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള UDFിൻ്റെ 2 സീറ്റുകൾ പോവാതെ സൂക്ഷിച്ചാൽ അത്രയും നല്ലത്. കോൺഗ്രസിന്റെ വോട്ട് വർദ്ധിച്ചു, അഥവാ അവിടെ വോട്ടർമാർ വർദ്ധിച്ചു എന്ന പ്രചരണം തെറ്റാണ് എന്ന് പറയുന്നത്. കാസർഗോഡ് 40,000 വോട്ടാണല്ലോ പാർട്ടി കണക്ക്. ഷാനവാസ് പാടൂർ ആര് ജയിക്കും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഒരു പക്ഷേ CPM ജയിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ BJPക്ക് അവിടെ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. CPM ജയിച്ചില്ലെങ്കിൽ ഷാനവാസ് പാടൂർ പാലക്കാട് മണ്ഡലത്തിലെ കണക്ക് എങ്ങനെയാണ്? പാലക്കാട് മണ്ഡലത്തിലെ SIRന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ കൂടിയിട്ടില്ല. കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസ് പണിയെടുത്തിട്ടില്ല. അവർ വേറെ പണിക്കാ പോയത്.